ഈ വീഡിയോയിൽ നമുക്ക് ബുദ്ധിസത്തെക്കുറിച്ച് പഠിക്കാം. 6th സെഞ്ച്വറി എന്ന് പറയുന്നത് ഒരു മേജർ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഗൗതമ ബുദ്ധയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഗൗതമ ബുദ്ധ വാസ് ഓൾസോ നോൺ ആസ് സിദ്ധാർത്ഥ. അദ്ദേഹം മഹാവീരൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, മഹാവീര എന്ന് പറയുന്നത് ജൈനിസത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അല്ലേ. അപ്പോൾ അവരുടെ കണ്ടംപററി തന്നെയായിരുന്നു. അദ്ദേഹം 563 BC-യിലാണ് ജനിച്ചത്. നേപ്പാളിലുള്ള കപിലവസ്തുവിനടുത്തുള്ള ലുംബിനി എന്ന സ്ഥലത്ത് ഒരു സഖ്യ ക്ലാനിലെ ഒരു ക്ഷത്രിയ ഫാമിലിയിലെ ഒരു രാജാവിൻ്റെ മോനായിട്ട്, സുദ്ധോധന എന്ന് പറയുന്ന കപിലവസ്തുവിലെ ഒരു രാജാവിൻ്റെയും മഹാമായ എന്ന് പറയുന്ന ഒരു പ്രിൻസസ്, അവർ കോശലൻ ഡൈനസ്റ്റിയിലെ ഒരു പ്രിൻസസ് ആയിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ബുദ്ധൻ ജനിച്ചത്. പക്ഷേ അമ്മ മരിക്കുകയും അമ്മയുടെ സഹോദരിയായ ഗൗതമി അദ്ദേഹത്തെ എടുത്ത് വളർത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് ശരിക്കും ബുദ്ധയ്ക്ക് മറ്റൊരു പേരുണ്ട്, എന്താണ്? ഗൗതമി പുത്ര എന്നും പറയാറുണ്ട് അല്ലേ. അപ്പം സഖ്യ ക്ലാനിൽ ഉള്ള ആളായതുകൊണ്ട് തന്നെ സഖ്യമുനി എന്നുള്ളൊരു പേരും കൂടി ബുദ്ധന് ഉണ്ട്. ബുദ്ധ കല്യാണം കഴിച്ചത് യശോധര എന്ന് പറയുന്ന ഒരു പ്രിൻസസിനെയാണ്. ആൻഡ് അവർക്ക് രാഹുല എന്ന് പറയുന്ന ഒരു മകനും ഉണ്ടായി. വളരെ സന്തോഷത്തോടെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം അങ്ങനെ നടന്ന സമയത്ത് കുറച്ച് സൈനുകൾ കാണാൻ, അതായത് കുറച്ച് സിറ്റുവേഷൻസ് കണ്ടു. ഒന്ന് വളരെ അസുഖം ബാധിച്ച ഒരു മനുഷ്യനെ, മറ്റൊന്ന് ഒരു വയസ്സായ ഒരു വ്യക്തിനെ കണ്ടു. അതുപോലെ തന്നെ ഒരു മരണം അയാളുടെ കണ്ണിൽ കാണാനിടയായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അയാൾ കണ്ടപ്പോൾ ഫൈനലി ആൾക്ക് മനസ്സിലായി എന്താണ് സമാധാനവും അതുപോലെ തന്നെ ലോകത്തിൻ്റെ ദുരിതങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് ആൾ ഒരു യാത്ര നടത്തുകയാണ്. അതായത് അയാളുടെ പാലസ് എല്ലാം വെടിഞ്ഞ് 29ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഇറങ്ങുകയാണ്, പാലസ് വിട്ട് ഇറങ്ങുകയാണ്. ഭാര്യയും ബാക്കി എല്ലാ ലക്ഷറീസും എല്ലാവിധ എന്താ പറയുക, രാജാവായിരുന്നു അല്ലേ. അപ്പോൾ രാജാവിൻ്റെ ആ എല്ലാവിധ ലക്ഷറിയും വെടിഞ്ഞിട്ട് ആൾ വീട് വിട്ട് ഇറങ്ങുന്നു. ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ലിവിങ് ദ ഹൗസ് വാസ് കോൾഡ് പഹാപിനിഷ്ക്രമ എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത്. ആൻഡ് 35ാമത്തെ വയസ്സിൽ ബോധഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൈശാഖ പൂർണിമ ദിവസം അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടുകയും അങ്ങനെ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ബുദ്ധനായി മാറുകയും ചെയ്തു. അതിനുശേഷം സർനാഥിലാണ് ആദ്യത്തെ ഒരു സർമൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു മീറ്റിംഗ്, ഒരു പ്രസംഗം പോലെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ ആദ്യത്തെ ശിഷ്യന്മാരെ എല്ലാം ചേർത്തിട്ട് ആദ്യത്തെ സർമൺ അവർ ചെയ്തത് സർനാഥിലായിരുന്നു. ആൻഡ് അവസാനം അവർ മരിച്ചത് കുച്ചിനര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാപരിനിർവാണ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അദ്ദേഹം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവരുടെ ഒരു എൻറ്റയർ ലൈഫ് സ്റ്റോറി. അപ്പോൾ ഒരു എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, എല്ലാ ടൈപ്പ് ഓഫ് ഡിസയേഴ്സും എല്ലാ ടൈപ്പ് ഓഫ് സഫറിങ്സും എല്ലാം എൻഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ പറയുന്ന പേര് നിർവാണ എന്നുള്ളതാണ്. അതൊരു PYQ ആയിരുന്നു. അതായത് നിർവാണയുടെ ബെസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. എല്ലാ ഫ്ലെയിം ഓഫ് ഡിസയേഴ്സും എക്സ്റ്റെൻറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നിർവാണ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 4 നോബിൾ ട്രൂത്താണ് അതിലുള്ളത്. അവർ പറയുന്നത് 4 നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എല്ലാവർക്കും എപ്പോഴും ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യം, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യം എന്താണ്? ദുഃഖം അല്ലേ. സോറോ എക്സിസ്റ്റൻസ് ഓഫ് സോറോ എന്ന് പറയുന്നത് എന്തായാലും ഉണ്ട്. ആ സോറോൻ്റെ ദുഃഖത്തിനുള്ള കാരണം എന്താണ്? ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളെല്ലാം അല്ലെങ്കിൽ ആ വിഷമങ്ങളെല്ലാം കളയാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസയേഴ്സ് എല്ലാം വെടിയുക എന്നുള്ളതാണ്. അതൊരു 8 ഫോൾഡ് പാത്തിലൂടെ ആണ് ഈ നിർവാണ എന്ന് പറയുന്ന പ്രോസസ്സ് അറ്റൈൻ ചെയ്യാമെന്നാണ് ബുദ്ധൻ പറയുന്നത്. നിർവാണ എന്നുള്ള പ്രോസസ്സ് എന്താണ്? എല്ലാ ടൈപ്പ് ഓഫ് ഡിസയേഴ്സും വെടിയുക, അതുവഴി എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും വെടിയുക എന്നുള്ളൊരു കാരണം. അത് 8 ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ചേർന്നതാണ്. അതായത് നല്ല കാഴ്ചകൾ, നല്ല ഇൻറ്റൻഷനോടുകൂടി നല്ലത് മാത്രം സംസാരിച്ച് നല്ല ആക്ഷൻ ചെയ്ത് നല്ല ജീവിതം നയിച്ച് അതിനുള്ള റൈറ്റ് ആയിട്ടുള്ള എഫേർട്ട് എടുത്ത് റൈറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷനിലും മൈൻഡ്ഫുൾനെസ്സിലും ജീവിക്കുക എന്നുള്ളതാണ് 8 ഫോൾഡ് പാത്തായിട്ട് ബുദ്ധൻ പറഞ്ഞത്. ഓക്കെ, ഈ മിഡിൽ പാത്ത് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാം വിട്ടിട്ട് വളരെയധികം എക്സ്ട്രീമായിട്ട് എല്ലാം ത്യജിക്കുക എന്നുള്ളതല്ല. അതായിരുന്നു നമ്മുടെ മഹാവീരൻ്റെ ജൈനിസത്തിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കും, അത് നെക്സ്റ്റ് ലെക്ചറിൽ നമ്മളത് നോക്കുന്നതായിരിക്കും.
അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് അല്ലായിരുന്നു ബുദ്ധിസത്തിലുണ്ടായിരുന്നത്. അതൊരു മിഡിൽ പാത്തായിരുന്നു. അതായത് എക്സ്ട്രീമായിട്ട് എല്ലാം നേടുക എന്നോ അല്ല എക്സ്ട്രീമായിട്ടുള്ള ലക്ഷറി നേടുക എന്നുള്ളതല്ല, ഒരു മിഡിലായിട്ടുള്ളൊരു പാത്തായിരുന്നു ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബുദ്ധിസത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭിക്ഷ എടുത്തിട്ടായിരിക്കുമല്ലോ ജീവിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയാലും അത് കഴിക്കാൻ അവർ അനുവദിക്കുന്നുണ്ട്. തരുന്നത് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്ത് ഫുഡാണെങ്കിലും അത് നോ എന്ന് പറയാനുള്ള റൈറ്റ് അവർക്ക് ഇല്ല, എന്ത് തന്നെയാണെങ്കിലും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇനി സർനാഥ് നമ്മൾ പറഞ്ഞല്ലേ, ഫസ്റ്റ് സെർമൺ നടന്നത് സർനാഥിലാണ്, വാരണാസിക്കടുത്തുള്ള സ്ഥലത്ത്. അപ്പോൾ അതിൽ ആ ഒരു ഇതിൽ പറയുന്നത് എന്താണെന്ന് അറിയോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ്റെ പേര് ആണ് ധർമ്മചക്ര പരിവർത്തൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നമ്മൾ നിർവ്വാണം പ്രാപിക്കുന്നത്. ഇനി ഏർലി പാട്രണേജസ് എവിടെ നിന്നൊക്കെയാണ്, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഏതൊക്കെ രാജാക്കന്മാർ കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ബിംബിസാര, മഗധയിലെ അജാതശത്രുവും ബിംബിസാരയും പാട്രണേജ് ബുദ്ധിസത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൗശലിലെ പ്രസഞ്ജിത്തും കുസുംബിനിയിലെ ഉദയന രാജാവും എല്ലാം എന്ത് തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനുമായിരുന്നു അവർക്ക് ബുദ്ധിസത്തിന് വേണ്ടിയിട്ടുള്ള പാട്രണേജ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സംഘ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഒരുപാട് സന്യാസിമാരുണ്ടാവും അല്ലേ ബുദ്ധിസത്തിൽ, അവരുടെ ഒരു സംഘത്തിനെ തന്നെയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് സംഘ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേജറായിട്ടുള്ള 5 ഡിസിപ്ലിൻസിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അശ്വജിത്, ഉപാലി, മോഗലന, സരിപുത്ര, അനന്ത. പിന്നെ സ്ത്രീകളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ സ്ത്രീകളെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഘങ്ങളിൽ. പക്ഷെ എന്താണ്, അത്ര പെട്ടെന്ന് എടുക്കാം സ്ത്രീകളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഗൗതമി, അതായത് ഇവരുടെ അമ്മ അല്ലേ, അതായത് അമ്മയുടെ സഹോദരിയായിരുന്നു, ശരിക്കും എടുത്തു വളർത്തിയത് ഗൗതമിയാണ്. ഗൗതമിയുടെ റിക്വസ്റ്റിൽ ഗൗതമി പറഞ്ഞിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ ബുദ്ധൻ ഒന്ന് ആലോചിച്ച് നിന്നു, മടിച്ചു നിന്നു. എന്നിട്ട് അവസാനം റിപ്പീറ്റഡ്ലി അനന്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറഞ്ഞത് പ്രകാരമാണ് വിമനെ സംഘത്തിലെടുത്തത്. അതുവരെ വിമനെ സംഘത്തിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അറ്റ് ലാസ്റ്റ് വിമൻ വർ ഫൈനലി അഡ്മിറ്റഡ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ബുദ്ധിസം എമേർജ് ആവാനുള്ള മേജർ റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദിക് ഏജിൽ ഒരുപാട് ആനിമൽ സാക്രിഫൈസസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. അതുവഴി ആളുകളെല്ലാം തന്നെ വളരെയധികം ഡിസ്കണ്ടൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ബുദ്ധിസത്തിന് ഇപ്പോൾ ഒരു പോപ്പുലാരിറ്റി വന്നത്, ബുദ്ധിസത്തിലേക്ക് ആളുകൾ വരാനായിട്ട് തുടങ്ങി. മേജറായിട്ടുള്ള റീസൺ എന്ന് പറയുന്ന ഒന്ന് ഈ വേദിക് ഏരിയയിലെ കോംപ്ലക്സ് ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ് തന്നെയാണ്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഒരുപാട് സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സും മന്ത്രാസും എല്ലാം തന്നെ ആളുകൾ ഒരുപാടധികം കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സാക്രിഫിഷ്യൽ സെറമണീസും ഉണ്ടായിരുന്നു. ആനിമൽസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും പോരാതെ ബ്രാഹ്മണിക്കൽ സൂപ്രമസി എക്സ്ട്രീം ആയിരുന്നു അല്ലേ. ബ്രാഹ്മണിക്കൽ സൂപ്രമസി എക്സ്ട്രീം ആയിരുന്നു. കുറച്ച് കുഴപ്പമില്ലാത്ത ജീവിതം ക്ഷത്രിയാസും വൈശ്യാസും ജീവിച്ചിരുന്നെങ്കിൽ തന്നെ ശൂദ്രാസിൻ്റെയും അങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു. പിന്നെ പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇക്വാളിറ്റി എന്താ പറയുക, പുറത്ത് പ്രൊപ്പൗണ്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ, പ്രാകൃത ഭാഷയിലായിരുന്നു ബുദ്ധിസം ഉണ്ടായിരുന്നത്. വളരെയധികം മനസ്സിലാകുന്ന ബ്രാഹ്മണിക്കൽ എന്ത് ലാംഗ്വേജിലായിരുന്നു, സാൻസ്ക്രിറ്റ് ആയിരുന്നു. മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് വളരെയധികം ഡോമിനൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഒരുപാട് രീതിയിലുള്ള ടെൻഷൻസും സോഷ്യൽ ഡിവിഷൻസും എല്ലാം കൊണ്ടുവന്നൊരു കാര്യമാണ് ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബുദ്ധിസത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ബുദ്ധിസം വളരെ സിമ്പിളായിട്ട് പ്രാകൃത ഭാഷയിൽ ഇക്വാളിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, വളരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, സാധാരണക്കാരുടെ ഭാഷ അറിയുന്ന ഒരു റിലീജിയൻ ആയിരുന്നു. അത് മാത്രമൊന്നുമല്ല, എക്കണോമിക്കൽ ഫാക്ടേഴ്സും കൂടി ഒരുപാടധികം ഗുണം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന അർബണൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ വയലൻസിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും ദാറ്റ് ഈസ് ആക്ച്വലി എ വാല്യൂ വിച്ച് ഹാസ് ബീൻ കോൺട്രിബ്യൂട്ടഡ് ടു ബുദ്ധിസത്തിൻ്റെ ആക്സെപ്റ്റൻസിന്. ഓക്കെ, നല്ല രീതിയിലുള്ള നോൺ വയലൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റും ഇക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ തന്നെ അനിമൽ സാക്രിഫൈസസ് ഇല്ല, സോഷ്യൽ ഡിവിഷൻസ് ഒഴിവാക്കുന്നു, ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ബുദ്ധിസത്തിനെ ഒരുപാടധികം വളർത്താനായിട്ട് സാധിച്ചത്. അതായത് ബ്രാഹ്മണിസത്തിൻ്റെ നെഗറ്റീവ്സ് ഇതിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്രണേജസ്, ഓഫ് കോഴ്സ് ഒരുപാട് രാജാക്കന്മാർ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിംബിസാര, അജാതശത്രു, അശോക, അങ്ങനെയുള്ള ഒരുപാട് പേര് റാപ്പിഡായിട്ടുള്ള ബുദ്ധിസത്തിൻ്റെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെയാണ് മെയിനായിട്ട് ബുദ്ധിസത്തിനെ കുറിച്ച് പറയുന്നത്. റീസെൻ്റ്ലി ഒരു ന്യൂസാണിത്. ആക്ച്വലി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രാജ്യത്ത് ബുദ്ധിസത്തിൻ്റെ
ബുദ്ധൻ്റെ റിലിക്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അത് നമ്മൾ കൂടുതലും ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള സെക്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. സോ ഇവിടെ നമ്മളത് കവർ ചെയ്യുന്നില്ല. സോ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.